പെരിയ ഇരട്ടക്കൊലപാതക കേസിന്റെ വിധിയിൽ തൃപ്തരല്ലെന്ന് കൃപേഷിന്റെയും ശരത്തിന്റെയും കുടുംബം. കേസിൽ പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് വധശിക്ഷ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഇരട്ട ജീവപര്യന്തമാണ് ലഭിച്ചത്. CPIM നേതാക്കൾക്ക് നൽകിയ ശിക്ഷ കുറഞ്ഞുപോയെന്നും കൃപേഷിന്റെ അച്ഛൻ പ്രതികരിച്ചു. അവർക്ക് 5 വർഷം മാത്രമാണ് ശിക്ഷ നൽകിയിരിക്കുന്നത്. ശിക്ഷ കുറഞ്ഞതിനാൽ പ്രോസിക്യൂട്ടറുമായി ആലോചിച്ച് ഏതറ്റം വരെയും പോയി ശിക്ഷ നേടിക്കൊടുക്കുമെന്നും കുടുംബം അറിയിച്ചു. വിധിക്ക് പിന്നാലെ കൃപേഷിന്റെയും ശരത്തിന്റെയും സ്മൃതി മണ്ഡപത്തിൽ വൈകാരിക രംഗങ്ങളാണ് ഉണ്ടായത്. വിധി അറിഞ്ഞ് കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബം പൊട്ടിക്കരഞ്ഞു. കോൺഗ്രസ് നേതാക്കൾ ഇരുവരുടെയും സ്മൃതി മണ്ഡപത്തിൽ മുദ്രാവാക്യം വിളിച്ചു. കേസിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. 1 മുതൽ 8 വരെ പ്രതികൾക്കും 10-15 പ്രതികൾക്കുമാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. പണം ഞങ്ങൾ തരും. 2 ലക്ഷം രൂപ പിഴയും ചുമത്തി. എറണാകുളം CBI കോടതിയാണ് ശിക്ഷ വിധിച്ചത്. മുൻ MLAയും CPIM നേതാവുമായ KV കുഞ്ഞിരാമന് 5 വർഷം തടവും 10,000 രൂപ പിഴയും വിധിച്ചു. ശിക്ഷയിൽ പരമാവധി ഇളവ് നൽകണമെന്ന് കോടതിയിൽ പ്രതിഭാഗം വാദിച്ചു. കുറ്റകൃത്യം അപൂർവങ്ങളിൽ അപൂർവമല്ലെന്നും പ്രതിഭാഗം വ്യക്തമാക്കി. പ്രതികൾ സ്ഥിരം കുറ്റവാളികൾ അല്ല, മാനസാന്തരത്തിന് സാധ്യതയുണ്ട്. പല സാക്ഷിമൊഴികളിലും വൈരുദ്ധ്യമുണ്ട് എന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. കേസിൽ ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ, CPIM ഉദുമ മുൻ ഏരിയ സെക്രട്ടറി K മണികണ്ഠൻ അടക്കം 14 പേർ കുറ്റക്കാരാണെന്ന് എറണാകുളത്തെ പ്രത്യേക CBI കോടതി കണ്ടെത്തിയിരുന്നു. 1-ാം പ്രതിയായ CPIM പെരിയ ലോക്കൽ കമ്മിറ്റി അംഗം A പീതാംബരൻ ഉൾപ്പെടെ 8 പ്രതികൾക്കെതിരെ കൊലക്കുറ്റമാണ് തെളിഞ്ഞത്. T രഞ്ജിത്ത്, A സുരേന്ദ്രൻ എന്നിവർ തെളിവ് നശിപ്പിച്ചതായും പ്രതികളെ സംരക്ഷിച്ചതായും കണ്ടെത്തി. 2-ാം പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയെന്ന കുറ്റമാണ് മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 പേർക്കെതിരെ ചുമത്തിയത്. പരമാവധി 2 വർഷം തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണിത്. 6 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനും 20 മാസത്തോളം നീണ്ട വിചാരണയ്ക്കും ശേഷമാണ് വിധി പ്രഖ്യാപിച്ചത്. 24 പ്രതികളിൽ 10 പേരെ കോടതി കുറ്റവിമുക്തരാക്കിയിരുന്നു. 2019 ഫെബ്രുവരി 17-നായിരുന്നു കേരളത്തെ നടുക്കിയ ഇരട്ടക്കൊലപാതകം കാസർഗോഡ് പെരിയയിൽ നടന്നത്. രാത്രി 7:30-യോടെ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന ശരത് ലാലിനെയും കൃപേഷിനെയും കല്യോട്ട് കൂരാങ്കര റോഡിൽ തടഞ്ഞു നിർത്തി പ്രതികൾ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. വെട്ടേറ്റ കൃപേഷ് സംഭവസ്ഥലത്തും ശരത് ലാൽ മംഗളൂരുവിലെ ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേയും മരണപ്പെട്ടു. കൊല്ലപ്പെടുമ്പോൾ ശരത്തിന് 23-ഉം കൃപേഷിന് 19-ഉമായിരുന്നു പ്രായം. കൊച്ചിയിലെ പ്രത്യേക CBI കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ, CPIM ഉദുമ മുൻ ഏരിയ സെക്രട്ടറി K മണികണ്ഠൻ എന്നിവർ അടക്കം 14 പേർ കേസിൽ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. CPIM പെരിയ ലോക്കൽ കമ്മിറ്റി അംഗം A പീതാംബരൻ ഉൾപ്പെടെ 8 പ്രതികൾക്കെതിരെ കൊലക്കുറ്റമാണ് തെളിഞ്ഞത്. 10 പ്രതികളെ കോടതി കുറ്റവിമുക്തരാക്കിയിരുന്നു. T രഞ്ജിത്ത്, A സുരേന്ദ്രൻ എന്നിവർ തെളിവ് നശിപ്പിച്ചതായും പ്രതികളെ സംരക്ഷിച്ചതായും കണ്ടെത്തി. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.